നമസ്കാരം. രാഷ്ട്രീയ വാർത്തകൾ. തൊടുപുഴയിൽ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ്റെ ഓഫീസ് ഉപരോധിച്ചു. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കാനിരിക്കുന്ന വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വഖഫ് നിയമം നടപ്പാക്കുന്നതിന് എതിരായ പ്രമേയം അവതരിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിനാണ് തൊടുപുഴ BJPയുടെ നേതൃത്വത്തിൽ ഡീൻ കുര്യാക്കോസിൻ്റെ ഓഫീസിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ച BJP സംസ്ഥാന സമിതി അംഗം PA വേലുക്കുട്ടൻ, ഇടുക്കി ജില്ലാ ലോക്കൽ കാര്യാലയ പ്രസിഡന്റ് സാനു, മണ്ഡലം പ്രസിഡന്റ് S ശ്രീകാന്ത് നേതൃത്വം വഹിച്ച ഈ പ്രതിഷേധ സമരം നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വൻ വിജയകരമായി പൂർത്തീകരിച്ചു. ടീച്ചർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീവിദ്യ രാജേഷ്, ശ്രീ ഉണ്ണി വല്ലയിൽ, ശ്രീ മേഖലയുടെ സെക്രട്ടറി ശ്രീ MN മധു തുടങ്ങിയ പ്രമുഖമായ നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകൻ സ്റ്റേറ്റ് സമിതി അംഗം ശ്രീ PA വേലുക്കുട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരൊറ്റ നിയമം വേണമെന്ന് ആഗ്രഹിക്കുന്ന, നടപ്പാക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമം ചില സമുദായങ്ങൾക്ക് മാത്രം വേണ്ട എന്ന് പറയുന്ന നടപടിയെ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റും എതിർക്കുകയാണ്. ഇതിനെതിരെ നമുക്കറിയാം, കേരളത്തിന്റെ മണ്ണിലും തമിഴ്നാട്ടിലുമാണ് വഖഫ് ഭൂമിയുടെ പേരിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചിട്ടുള്ളത്. മുനമ്പത്താണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നൂറുകണക്കിന് ആൾക്കാര് അവരുടെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്ഥലം തിരിച്ച് വഖഫിന് കൊടുക്കണമെന്ന് നിർദ്ദേശം വന്നതോടുകൂടിയാണ് ഈ വിഷയം കത്തുന്നത്. പ്രിയമുള്ളവരെ, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമം മാത്രം മതി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. എതിർക്കുവാനുള്ളവർ എതിർക്കട്ടെ, പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലും നിയമസഭയിലും ഈ നിയമം പാസ്സായി കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും നാട്ടുകാരുമൊക്കെ ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസിനെ തെരുവിൽ കാണുവാൻ വേണ്ടി ഇറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
പ്രിയമുള്ള ഡീൻ കുര്യാക്കോസ്, നിങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം ശബ്ദിക്കുമ്പോൾ, നിങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം നിൽക്കുമ്പോൾ, ഇതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ നട്ടലുള്ള, നെഞ്ചുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇടുക്കിയുടെ മണ്ണിലെ തൊടുപുഴയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ മാർച്ച്. പ്രിയമുള്ളവരെ, ഇതൊരു സൂചന മാത്രമാണ്. ഡീൻ കുര്യാക്കോസ് അടക്കം കേരളത്തിലെ 19 എംപിമാർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന എംപിമാരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കുമുള്ള മാർച്ച്. ഈ മാർച്ച് ജനങ്ങളുടെ പ്രതിഷേധമാണ്. നിശബ്ദരായ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രതിഷേധമായി മാർച്ചിലൂടെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ തുടക്കമാണ്, സംശയമൊന്നും വേണ്ട. 6 മാസം കഴിയുമ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 1 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാക്ഷര കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുവാൻ പോകുകയാണ് എന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൂചനാ സമരം ഇതൊരു സൂചനയാണ്. ഇത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എംപിമാരെ തെരുവിൽ തടയുന്ന അവസ്ഥയിലേക്ക് കേരളം മാറാൻ പോകുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരിക്കില്ല ഈ കേരളത്തിന്റെ മണ്ണിൽ എംപിമാരെ നേരിടുവാൻ ഈ സാക്ഷര കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഇവിടെ ഒത്തുചേർന്ന മുഴുവൻ പടയാളികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മധ്യമേഖലയുടെ സെക്രട്ടറി ശ്രീ MN മധുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഇടുക്കി MP, ആ MPയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് നമ്മൾ ഇന്ന് മാർച്ച് ചെയ്യപ്പെട്ടത്, ഓഫീസിലേക്ക്. ഒരു കാര്യം വളരെ അനീതിക്ക് വേണ്ടി, അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ്. ആ ഭേദഗതി വഖഫിൽ വേണ്ട എന്നാണ് നമ്മൾ വോട്ട് കൊടുത്തയച്ച ഡീൻ കുര്യാക്കോസിന്റെ അഭിപ്രായം. ഈ അഭിപ്രായത്തെയാണ് നമ്മൾ ആശയം കൊണ്ട് എതിർക്കുന്നത്. നമുക്കറിയാം അനീതിക്ക് വേണ്ടി, അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയാണ്. ആ ഭേദഗതി വഖഫിൽ വേണ്ട എന്നാണ് നമ്മൾ വോട്ട് കൊടുത്തയച്ച ഡീൻ കുര്യാക്കോസിന്റെ അഭിപ്രായം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.